ഹലോ, മാലതിയല്ലേ? അതെ. ഇത് ഞാനാണ് വിജയൻ. വിജയനോ? എന്താ 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ല? എന്തു പറ്റി? ക്ഷമിക്കണം വിജയൻ, വിജയന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് മനഃശക്തിയില്ലായിരുന്നു. എന്റെ അച്ഛൻ വിജയനെ ഇൻസൾട്ട് ചെയ്തില്ലേ, ഞാൻ അച്ഛന് വേണ്ടി മാപ്പ് ചോദിക്കാണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്ത്? അങ്ങോട്ട് വരാനോ? എന്നെ കാത്തിരിക്കുകയാണെന്നോ? അത്ഭുതമാണല്ലോ. ഇതാ ഇപ്പൊ വരാം. വിജയന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ചില സന്ദർഭങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വേണ്ടി വരില്ലേ? അങ്ങനെ ഞാൻ സ്വയം അങ്ങ് മാറി. ഈ മാറ്റം കാണാൻ വേണ്ടി ഞാൻ എത്രമാത്രം മനോവിഷമങ്ങൾ അനുഭവിച്ചെന്നോ. നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ അച്ഛനും ഞാനും. എന്താ? അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിച്ചാ? ഓ, ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ വേണ്ടിയാണോ എന്നെ ഇത്ര കാര്യമായി ക്ഷണിച്ചത്? അച്ഛൻ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് ബിസിനസ്സിലും അച്ഛന് ലാഭമാണ്. നിന്റെ അച്ഛൻ കാരണം എത്ര പേർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നറിയാം? എനിക്കെങ്ങനെ അറിയാം? പലരെയും നഷ്ടത്തിലാക്കിയാലല്ലേ ഒരാൾക്ക് ലാഭം ഉണ്ടാക്കാൻ ഒക്കൂ. എന്തോ, അച്ഛൻ എത്ര ലാഭമുണ്ടാക്കിയാലും കോടിക്കണക്കിന് സമ്പാദിച്ചാലും എനിക്കതിലൊട്ടും താല്പര്യമില്ല. അത് നീ എന്നെ പ്രീതിപ്പെടുത്താൻ പറയുന്നല്ലേ? ഓ, തുടങ്ങിയോ? ഇന്നെങ്കിലും വിജയൻ എന്നോട് അല്പം സന്തോഷത്തോടെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ശരി, നിന്റെ പ്രതീക്ഷ തെറ്റണ്ട. വരൂ. മാലതി, നീ എവിടെ പോയിരുന്നു? അച്ഛൻ എന്താ ഇന്ന് പതിവില്ലാതെ ഒരു അന്വേഷണം? എന്നും പോകാറുള്ള സ്ഥലത്ത് തന്നെ ഇന്നും ഞാൻ പോയി. 3-4 ദിവസങ്ങളായി നീ പോകാറില്ലല്ലോ. ഇന്ന് ഞാൻ പോയി. നാളെ മുതൽ മുടങ്ങാതെ ഞാൻ പോകും. നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല അവന്റെ വൃത്തികെട്ട ഡിസ്പെൻസറി. അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ തെണ്ടിയുമായി നീ ഇടപെടാൻ പാടില്ല. ക്ഷമിക്കണം അച്ഛ, അദ്ദേഹത്തെ ഞാൻ സ്നേഹിച്ചു പോയി. എന്റെ അന്തസ്സും അഭിമാനവും നീ നശിപ്പിക്കും. ഡോക്ടർ വിജയൻ എന്നെ വിവാഹം കഴിച്ചാൽ അച്ഛന്റെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കുകയുള്ളൂ. ഓഹോ, കാര്യം അത്രമേലെത്തി. വിവാഹ പ്രശ്നം വരെയായി. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അനുവദിക്കില്ല. അച്ഛൻ ഇഷ്ടമല്ലെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഈ വിവാഹം നടക്കില്ലെന്ന് മാത്രം പറയരുത്. മാലതി, എന്താ ഇത്ര നേരത്തെ? നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ട ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഏതാ? 5 കൊല്ലത്തിന് മുൻപ് ഇതേ ദിവസമാണ്. എന്നും പുതുമ വാടാത്ത ആ ഓർമ്മയ്ക്കാണിത്. മാലതി, ഈ വീക്ക്നെസ് നല്ലതല്ല. എന്നോടൊത്ത് ജീവിച്ചാൽ നിനക്ക് സന്തോഷമുണ്ടാവില്ല, ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖമായിരിക്കും എന്റെ ഏറ്റവും വലിയ സുഖം. നീ ഇവിടെ വന്ന് ഒരു ഡോക്ടറായി ജോലി ചെയ്യുന്നത് ഞാൻ തടയുന്നില്ല, അതൊരു സേവനമായതുകൊണ്ട്. പക്ഷെ ഈ വഴിക്ക് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. ഇത് വെറുതെ പുറത്തേക്ക് വിടുന്ന വാക്കുകളല്ലേ? നിന്നെ എനിക്കിഷ്ടമാണ് മാലതി. ഒരിക്കലും വേർപിരിയാതെ നമ്മൾ മരണം വരെ ഒന്നിച്ച് ജീവിക്കും എന്ന് നിങ്ങളുടെ ഹൃദയം എന്നോട് പറയുന്നുണ്ട്. ഞാൻ അതേ കേൾക്കൂ, അതേ വിശ്വസിക്കൂ. My patients are waiting for me. അറിവിട്ട് വയ്യ. പല്ലി വെച്ചിട്ട് എത്ര നാളായിടും? വരണം. എന്താ അസുഖം? വയറുവേദന. രാത്രിയിലോ പകലോ? രാത്രിയില്. നമസ്കാരമൊക്കെ പിന്നെ പറയാടോ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഇതിപ്പോ എന്താ ചെയ്യാ? ഗോപി, എന്താ ഇത്? മേലെ അത് ആവർത്തിക്കരുത്. പോയി തന്നെ ജോലി നോക്ക്. എന്തോടാ കാര്യം? എന്റെ ഡോക്ടറെ, എന്റെ വിദ്യ, ഞാൻ ചാവും. എന്നെ കൊല്ലും. എന്നെ വേണമെങ്കിൽ ഇന്ന് കണ്ടോ, നാളെ മുതൽ എന്നെ കാണാൻ സാധിക്കില്ല. നാളെ ഞാൻ ചാവും. എന്താ കാര്യം എന്നോടാ? അയ്യോ, ഉച്ചക്കൊന്നുമല്ല. ഈ പത്രം കണ്ടോ? ഈ പത്ര വാർത്ത കണ്ടോ? അയ്യോ അയ്യോ അയ്യോ, കണ്ടോ കണ്ടോ കണ്ടോ?
കരിമ്പുലി ഭാർഗവൻ, അയ്യോ പുലക്കത്തി ഭാർഗവൻ അയ്യോ വിളിക്കാരാ എന്ന പേരിൽ അറിയപ്പെടുന്ന റൗഡി ഭാർഗവൻ ഒരു കൊലക്കേസിന്റെ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി. അയ്യോ നീ വിളിക്കുന്നേ? അതെ ഞാൻ ഇന്ന് വെല്ലുവിളിക്കുന്നു. നാളെ നീ ഞങ്ങളെ വിട്ടു പോയല്ലോടാന്ന് പറഞ്ഞ് നിങ്ങൾ വരെ. ആണ്ടാ നിനക്ക് ഈ റൗഡിക്കുന്ന വല്ല ബന്ധമുണ്ട്? അയ്യോ ഒരു ബന്ധമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ നീ എന്തിനാ വിളിക്കുന്നേ? ലോകയോ എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു, ഇൻസ്പെക്ടർ പരമേശ്വരൻപിള്ള. എനിക്ക് അറിഞ്ഞുകൂടല്ലോ. എനിക്കും അറിഞ്ഞൂടാ. അമ്മ പറഞ്ഞതാ. അച്ഛൻ പരമേശ്വരൻപിള്ള അങ്ങ് പോയല്ലോ, അവസാനത്തെ പോക്ക്. പോകുന്ന പോക്കിനെ ആ കരിമ്പുലി കൊലക്കത്തിയെ അകത്ത് തള്ളിയിട്ടാ പോയത്. എടാ പരമേശ്വര, ഞാൻ പുറത്തു വന്നാൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും 4 പേരും ആർത്തെടുക്കോടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരിമ്പുലി അകത്ത് പോയത്. ഇപ്പൊ 4 പേരുമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ അവകൊണ്ട് അയ്യോ ഒന്നും ചെയ്യാൻ പോണില്ല. ചെയ്യും, എന്നെ കൊല്ലും. എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട ഡോക്ടർ വിജയ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നിവിടെ കിടന്ന് ഉറങ്ങിട്ട് കാലത്ത് പോകണം. അതുകൊണ്ട് എവിടെയും കിടക്കണ്ട. ഇന്ന് ഏതായാലും കൊലക്കത്തി ഭാർഗവൻ വരാൻ പോണില്ല. 2 ദിവസം വന്നു കൂടാ. അയ്യോ അതുകൊണ്ട് അത് നീ വീട്ടിൽ പോയി കഥവും ജനലും ഒക്കെ അടച്ച് പോലെ രാമായണവും വായിച്ചുകൊണ്ടിരുന്ന. രാമ 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 രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. നിഷ്ഠൂരതരം അവൻ എട്ടാതെ മുട്ടിഞ്ഞു പോകാൻ അത് തന്നെ കേൾക്കുന്നല്ലോ. ഒട്ടും വണ്ണവത്താത് ചെയ്തിടി പെട്ടെന്ന് ആളും പോലെ കത്തുകയും വന്ന പുട്ടകോകം ചെട്ടുവാദൂരം ചെയ്ത. അയ്യോ 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 എന്തോന്ന് വിളിക്കണം പിന്നെ? അയ്യോ എന്നെ കൊണ്ട് സാറേ, മാഷേ, ഗുരുവേ ഗുരുവേ മാഷേ സാറേ. അറിയാമോ അത് എന്നെ കൊണ്ട് എന്നെ പറയിപ്പിക്കണോ? പറഞ്ഞേ പറയാ ഞാനാരാ? കരിമ്പുലി ഭാർഗവൻ, കൊലക്കത്തി ഭാർഗവൻ, റൗഡി ഭാർഗവൻ, കരിമ്പുലി കൊലക്കത്തി റൗഡി. അവൻ തന്നെ ഞാൻ. നിന്റെ തന്ത അലവലാതി പരമേശ്വരൻ ചത്തുപോയില്ലേ? എന്ത് ചെയ്യാം? ആ അലവലാതി തന്ന ഈ കൊലച്ചടിയിൽ എന്നെ പെടുത്തിയിട്ട് സുഖമായിട്ട് ചത്ത് കളഞ്ഞെന്റെ മാഷേ. എന്നാൽ തയ്യാറായിക്കോ. എന്തിനു മാഷേ? ചാകാൻ. നിന്റെ കുടലെടുക്കാനാണ് ഞാൻ വന്നത്. അയ്യോ കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാനൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. മുറപ്രകാരം 2 അല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഇവിടെ വന്ന് എന്നെ കൊന്നാ മതി. അതുവരെ ഒന്ന് ക്ഷമിക്കണം. നീ കൊള്ളാമല്ലോടാ. നീ പേടിക്കണ്ട, നിന്നെയൊന്നും ചെയ്യില്ല. ഞാൻ പറയുമ്പോഴൊക്കെ തന്നെ കേൾക്കാമോ? പറയുന്നത് മാത്രമല്ല, അതിൽ കൂടുതൽ ഞാൻ കേൾക്കണേ. നീ എന്റെ കൂടെ നിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെ നോക്കും മാഷെ? എനിക്ക് വേറെ ജോലിയില്ലേ? നിന്റെ കാര്യത്തോട് ഞാൻ പഠിക്കണോ? ജോലിയോ? എന്താ ജോലി? ഞാൻ ഡോക്ടർ വിജയന്റെ കമ്പൗണ്ടർ അല്ലേ. മാഷ എന്നെ ഉടനെ കൊല്ലുന്നില്ലെങ്കിൽ എനിക്ക് ആ ജോലിക്ക് പോട്ടെ. എന്നാൽ പകൽ നീ അവിടെ ജോലിക്ക് വെക്കോ, രാത്രി എന്നോടൊപ്പം വന്നാൽ മതി. മനസ്സിലായടാ? മനസ്സിലൊക്കെയായി. പക്ഷെ മാഷ ഒരു സംശയം. പകൽ ആ ജോലിയും രാത്രി ഈ ജോലിയായ പിന്നെ ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് നീ കല്യാണം കഴിച്ചാൽ മതി. കേട്ടോടാ? കേട്ടു കേട്ടു കേട്ടു. നവാ, എങ്ങോട്ട്? ഇന്നു മുതൽ നീ എന്റെ ശിഷ്യനാണ്. ഞാൻ പറയുന്ന വഴിക്ക് വരണം. ഇതുപോലെ ഏതവനെയും ഞാൻ അനുസരിപ്പിക്കും. ഇതാണ് എന്റെ വഴി. എടാ, എന്റെ കൂടെ നടക്കുമ്പോ ഇങ്ങനെ പേടിച്ചോണ്ടായിട്ട് നടന്നാൽ ഞാൻ കഴുത്തി ധരിച്ച് കൊന്നുകളെ. അയ്യോ ഇല്ല ഇല്ല, ധൈര്യമായിട്ട് നടക്കണം. ധൈര്യമായിട്ട് നടക്കാം. എങ്ങനെ? എടാ, ഞാൻ തരുന്ന വേഷം നീ ധരിക്കണം. നിന്നെ കണ്ടാൽ നീയാണെന്ന് തോന്നരുത്. യെസ് സാർ, മനസ്സിലായി.
നീ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നിന്റെ തന്ത ശരീരം ചീത്തയാക്കാതെ പോകുന്നതാണ് നല്ലത്. അളിയന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? എനിക്ക് പിടിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഇടിയിക്കും. കാണണോ? അങ്ങനെ ദേഷ്യം വരാതെ ഇവിടെ ശാബാഷ്, വണ്ടർഫുൾ. ഇവൻ Get out. Come here. You come here. കാക്ക വീടില്ലേ ഈ വരം കൊടുത്തു. തമാശ കാണിച്ച സാരല്ല. തമാശ അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലോ? ആഫീസ് പൂട്ടിയത് തന്നെ. എന്തായാലും നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിന്നെ കണ്ടതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. വരുന്നോ? എനിക്ക് നിന്നോട് അല്പം തനിയെ സംസാരിക്കണമെന്നുണ്ട്. ഗോപി, നീ ഇവിടെ വന്നു. വാസു, ഒന്ന് ഗവനിച്ചു കൊള്ളണം. ഇരിക്കൂ. നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. നിന്റെ പേര് നീയും പറഞ്ഞില്ലല്ലോ. എന്റെ പേര് P.K.P. മേനോൻ. എന്നുവെച്ചാൽ P.K. പത്മനാഭ മേനോൻ. അത്ര നീട്ടി വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ നിന്നെ പപ്പാത്തെ വിളിക്കും. എന്റെ പേര് ഭാർഗവൻ. വെറും ഭാർഗവനല്ല, കരിമ്പുലി ഭാർഗവൻ, റൗഡി ഭാർഗവൻ, അതായത് കൊലക്കത്തി ഭാർഗവൻ. ഓ, അത് നീയാണോ? ടെറിബിൾ, ഭയങ്കരം. ഭാർഗവ, നീ എന്റെ കൂടെ നിൽക്കുന്നു. നിനക്ക് പറ്റി ജോലി എന്റെ അടുത്ത് ധാരാളമുണ്ട്. ജോലിയോ? എനിക്കുള്ള ജോലിയോ? എടാ പപ്പ, ഞാൻ ജോലി ചെയ്താൽ എനിക്കുള്ള കൂലി എന്താണെന്ന് നിനക്കറിയാമോ? ഭയങ്കരന്മാർക്ക് ഭയങ്കരമായ ജോലിയും അതിഭയങ്കരമായ കൂലിയും. എന്താ പോരെ? സരസേ, ഇത് നിങ്ങളെപ്പോലുള്ള വലിയ ആൾക്ക് വേണ്ടി പണിതിരിക്കുന്ന ഉല്ലാസമാളികയാണ്. ഇത് സരസ. പേരിൽ മാത്രമല്ല, എല്ലാത്തിലും. ഇദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. കുറെ കാലം ഇവിടെ താമസിക്കാൻ പോകുന്നു. നീ ഒന്ന് ഗവനിച്ചോളൂ. ഓക്കെ സർ. Come on. Come on, go ahead. Come on. മോളെ ഇവിടെ വരൂ. കാര്യമായിട്ട് കൈകാര്യം ചെയ്തോണ്ട് മുതലാളിയുടെ ആളാണ്. കൈകാര്യം